എനിക്ക് തോന്നുന്നു ഈ പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴും സത്യത്തിൽ ഒരു പ്രതിസന്ധി ഉള്ളത് ബി ജെ പിക്കാണെന്നാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത താങ്കൾക്കറിയാമല്ലോ. ഈ സംസ്ഥാനത്തിനകത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ കാര്യത്തിലും ഇടപെടലുകളുടെ കാര്യത്തിലുമൊക്കെ കുഴപ്പക്കാരനായി ഗവർണർ മാറുന്നു എന്ന് രാഷ്ട്രപതിക്ക് സർക്കാർ കത്തയച്ച വിവരങ്ങൾ പുറത്തു വന്ന ദിവസമാണ് ഇന്ന്. ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം SFI കടുപ്പിക്കുകയും ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തവരെ ആ യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാതിരിക്കുകയും അതിനെതിരെ ഗവർണർ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്ന ദിവസവുമാണ് ഇന്ന്. അപ്പോൾ ഈ തെരുവിൽ സമരവും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ നിറയുമ്പോഴും ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം കെ സുധാകരൻ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കുന്ന ഗവർണർക്ക് പിന്തുണ നൽകിയ കാര്യത്തിലുള്ള വിയോജിപ്പ് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. പക്ഷെ കോൺഗ്രസിന് തിരിച്ചും ആക്ഷേപമുണ്ട്. ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളൊക്കെ ഈ വേദിക്ക് പുറത്ത് ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ BJP സത്യത്തിൽ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. കോൺഗ്രസ് പറയുന്നു കൂട്ട് CPM-ഉമായിട്ടാണ്, CPM പറയുന്നു ഒക്കെ ചങ്ങാതിമാരായി നിൽക്കുന്നത് കോൺഗ്രസും BJP-യുമാണെന്ന്. ഈ സമരത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ സമീപനം എന്താണ്? അല്ല, അപ്പം തന്നെ മനസ്സിലായില്ലേ ഞങ്ങൾ നിഷ്പക്ഷമായിട്ടാണ് നിൽക്കുന്നതെന്ന്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവർ ഇരു കക്ഷികളും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? ഈ നിലവിൽ ഞങ്ങളും സമരത്തിൽ തന്നെയാണ്. ഇപ്പോൾ കൊല്ലത്തും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്ത് ഇന്നലെ അടക്കം നടന്നിട്ടുള്ള സമരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ യഥാർത്ഥ കാരണം എവിടെ നിന്നാണ്? ആ കാരണങ്ങളിൽ നിന്നുള്ള ചർച്ചകളെ വഴിതെറ്റിച്ച് വിടുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സമര കോലാഹലങ്ങളും കോപ്രായങ്ങളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ പോഷക സംഘടനകളും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. ഈ നവകേരള ഈ യാത്ര തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടായിരുന്നു? അതിനുശേഷം ആ യാത്ര തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മറിയക്കുട്ടിച്ചേടത്തിയെ പോലെയുള്ള ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? അതിനുശേഷം ഏത് വിധേനയും ഈ സമരം നിർത്തണം, അതല്ലെങ്കിൽ ജനങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് വഴി മാറ്റി വിടണം എന്നുള്ളത് കൊണ്ട് ഗവർണറുടെ വിഷയം കൂടി എടുത്തിട്ട് ഇവർ ഗവർണറെ കരുവാക്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ലോജിക്ക് ഒന്ന് ആലോചിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നതിൻ്റെ ലോജിക്ക് യുക്തിയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടിയിട്ട് പാടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ കേരളത്തിലെ മന്ത്രിമാരും യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെ സമരം നടത്താൻ പാടില്ല. അതേ സമയത്ത് തന്നെ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ SFIയെ കൊണ്ട് ഗവർണർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള സമരങ്ങൾ ചെയ്യിക്കുന്നു. സെനറ്റിലേക്ക് ഗവർണർ നടത്തിയ നോമിനേഷനുകൾ SFI പോലെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പ്രതിഷേധം അറിയിക്കാനുള്ള കാര്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ ശ്രീ ശ്യാംരാജ്? ആ പ്രതിഷേധത്തിന് എന്ത് യുക്തിയുണ്ട്? അതിനകത്ത് എന്ത് സത്യസന്ധതയുണ്ട്? ഈ ഗവർണർ നടത്തിയ ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകൾ എല്ലാ പാർട്ടിയിലും പെട്ടിട്ടുള്ള ആളുകളില്ലേ? ഞാൻ ചോദിക്കട്ടെ, സിൻഡിക്കേറ്റിൽ ഇവരെന്താ അഭിപ്രായപ്പെടുന്നത്? ഇവരുടെ ആളുകൾ മാത്രം മതി എന്നാണോ? സിൻഡിക്കേറ്റിലോട്ടും സെനറ്റിലോട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ മാത്രം മതിയെന്നാണോ ഈ ആളുകൾ പറയുന്നത്? ഇപ്പൊ ഇന്ന് അവിടുത്തെ SFIക്കാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFIയുടെ പ്രവർത്തകരെ തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു ബാലൻ പൂതേരിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കാഴ്ച പരിമിതി ഉണ്ടായിട്ട് 240-ൽ കൂടുതൽ പുസ്തകങ്ങൾ എഴുതി പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് തെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. ഇനി സിൻഡിക്കേറ്റിലൂടെ നോമിനേറ്റ് ചെയ്ത ആരൊക്കെയാണ്? DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം, ഇങ്ങനെയുള്ള ആളുകളെ സിൻഡിക്കേറ്റിലോട്ട് നോമിനേറ്റ് ചെയ്യുന്ന അതേ ആളുകൾ തന്നെ പറയുന്നു സാഹിത്യത്തിന് 240-ൽ കൂടുതൽ. ആലോചിച്ചാൽ ഒന്നും രണ്ടും ഒന്നുമല്ല, 242 പുസ്തകം എഴുതിയ അതും പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ള കാഴ്ച പരിമിതിയുള്ള ഒരാളെ, ആ വ്യക്തിയാണ് അവിടെ തടഞ്ഞു നിർത്തുന്നത്. അപ്പൊ ഇവർ ചെയ്യുന്ന സമരത്തിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നാമത്തെ SFI അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ ആളുകൾ മാത്രം മതി. ഇവരുമായി ഞാൻ ചോദിക്കുന്നത് ശ്രീ ശ്യാംരാജ്, ഇപ്പോൾ ഈ പ്രശ്നം, ഈ സമരം തെരുവിലേക്ക് വലിച്ചിഴച്ചു എന്ന ഒരു ആക്ഷേപം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസുമാണ് നേരിടുന്നെങ്കിൽ ഗവർണറുടെ കാര്യത്തിൽ അതിന് കാരണക്കാരൻ ഗവർണറാണെന്ന ആക്ഷേപമാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ടാണല്ലോ ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ സമരം, ആ സമരത്തിന് അവർ നിരത്തുന്ന കാരണങ്ങൾ, അതിനോട് BJPക്ക് എന്ത് സമീപനമാണുള്ളത്? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഈ സമരം ന്യായമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
അല്ല, യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തെ കുറിച്ച് അഭിപ്രായം പറയണത് ഞങ്ങളല്ല, അത് അവർ പറഞ്ഞോട്ടെ. നിങ്ങളുടെ രാഷ്ട്രീയ സമീപനമാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, ഞങ്ങളുടെ രാഷ്ട്രീയ സമീപനം വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്, ഇത് അനാവശ്യമായിട്ടുള്ള ഒരു യാത്രയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികം അത് പറഞ്ഞിട്ടുണ്ട് ശ്യാം. ഞാൻ ചോദിച്ചത് അതല്ല ശ്യാം. ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നു, ഞങ്ങൾ സമരം ചെയ്യാൻ നിൽക്കുമ്പോൾ ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയും അവിടെ DYFIക്കാർ വന്ന് ഞങ്ങളെ അടിച്ചു മർദ്ദിക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു, അവിടെ ഞങ്ങൾ തിരിച്ചടിച്ചു തുടങ്ങിയെന്നാണല്ലോ അവർ പറഞ്ഞത്. മാത്രമല്ല, അവരുടെ ഈ പ്രഖ്യാപനം വന്ന ശേഷം അവർ ഈ തെരുവിലിറങ്ങി നടത്തുന്ന സമരത്തെ കലാപാഹ്വാനമായിട്ടാണ് മുഖ്യമന്ത്രി ചിത്രീകരിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ VD സതീശൻ തന്നെ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നാണ്. ആ അഭിപ്രായം BJPക്ക് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതാണ് പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ കുറിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ. ഞങ്ങൾ സമരത്തെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഇതൊരു കലാപശ്രമമാണെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, മന്ത്രിമാർ പറയുന്നു. നിങ്ങളും ഇവിടെ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ, നിങ്ങൾക്ക് ഇതിനോട് എന്താണ് അഭിപ്രായം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളുടെ BJPയുടെ അഭിപ്രായം പറയാൻ വന്നയാളല്ലേ. BJPയുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടോ ഇതൊരു കലാപ ആഹ്വാനമാണെന്ന്? നിങ്ങൾ കരുതുന്നുണ്ടോ ഇതൊരു കലാപശ്രമമാണെന്ന്? നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവിടുത്തെ മുഖ്യമന്ത്രിയാണെന്നേ ഇതിലെ തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ല ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടിയായിട്ട് കേരളത്തിലൂടെ നടന്നിട്ടുള്ളത്. അതിന്റെ തുടർച്ചയായിട്ടില്ല കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും കൊല്ലത്തും ഇന്നലെ തിരുവനന്തപുരത്തെല്ലാം കണ്ടത്. കലാപാഹ്വാനം നടത്തുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ പ്രതിപക്ഷ യുവമോർച്ച ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംഘടനകൾ സമരം ചെയ്യുന്ന സമയത്ത് ആ സമരം ചെയ്യുന്ന ആളുകളെ ആക്രമിക്കാൻ വരുന്ന DYFI പ്രവർത്തകർ അവർ രക്ഷാപ്രവർത്തനം നടത്താൻ വരുന്നവരാണെന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു സ്വാഭാവികമായിട്ടും രണ്ട് യുവജന സംഘടനകൾ തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആൾ അങ്ങനെ ഒരു നടപടിയാണ് എടുക്കേണ്ടത്, നിലപാടാണോ എടുക്കേണ്ടത്? അപ്പോൾ യൂത്ത് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ SFIയെയും, അതാണ് ഞാൻ പറഞ്ഞത്, കേവലം യൂത്ത് കോൺഗ്രസിനെ മാത്രമല്ല, ഒരു വശത്ത് യൂത്ത് കോൺഗ്രസിനെയും DYFIയെയും മറുവശത്ത് SFIയെയും കയറൂരി വിട്ടിട്ട് നിങ്ങൾ അക്രമം നടത്തിക്കോളൂ എന്ന് പറയുന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. ഇപ്പൊ കൊല്ലത്ത് നടന്നിട്ടുള്ള സംഭവം, കൊല്ലത്ത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ഈ DYFI നേതാക്കന്മാര് കമ്പും അതോടൊപ്പം തന്നെ ഇരുമ്പുപൊടികളുമായിട്ട് വന്നിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സമാധാനപരമായിട്ട് സമരം ചെയ്യാനുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശമില്ലേ? അപ്പോൾ അതാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറെ കാലുകുത്തിക്കില്ലെന്നും കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലുകുത്തിക്കില്ലെന്നും ഒരു വശത്ത് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ പോഷക സംഘടനകളും മറുവശത്ത് ചെയ്യുന്നത് അവർക്കെതിരെ സമരം ചെയ്യുന്നവരെ ഉപദ്രവിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തുടക്കം മുതൽ തന്നെയുള്ള ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്. നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ കേരളത്തെ കലാപകലുഷിതമാക്കുവാൻ വേണ്ടിയിട്ട് നോക്കുന്നതും ശ്രമിക്കുന്നത് യാതൊരു സംശയവും വേണ്ട മുഖ്യമന്ത്രി തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ പൊതു സ്വഭാവമാണ്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പരാജയം മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു തന്ത്രം കൂടിയാണ് എന്ന്